ഈ വിഷയത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ വ്യാപകമായിരുന്ന തട്ടിപ്പുകളാണ് ചെറുകിട പഴക്കച്ചവടക്കാർ, വസ്ത്ര വിപണിയിലുള്ള സൂറത്തിലെ കച്ചവടക്കാർ എന്നിവിടങ്ങളിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെന്ന വ്യാജേന വരുന്നവരും മറ്റും QR കോഡിന്റെ സ്റ്റിക്കറുകൾ മാറ്റുന്ന, അല്ലെങ്കിൽ QR കോഡ് സ്ഥാപിച്ചിരിക്കുന്ന ആ ബിൽ ബോർഡ് തന്നെ എടുത്തു മാറ്റി പകരം സ്ഥാപിച്ച് ഒരു ദിവസത്തെ കളക്ഷനുമായി മുങ്ങുന്ന അവസ്ഥയൊക്കെ നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഈ QR കോഡുകളുടെ ശബ്ദ സംവിധാനം ആക്ടിവേറ്റ് ചെയ്ത് ഒരു ഡബിൾ ചെക്ക്, ക്രോസ് ചെക്ക് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടായത്. ഇവിടെ 69 ലക്ഷം എന്ന് പറയുന്നത് വലിയ ഒരു തുകയാണ്. ഈ കേസിലെ FIR സൂചിപ്പിക്കുന്ന പ്രകാരമാണെങ്കിൽ വലിയ വിശ്വാസവഞ്ചന നടന്നിരിക്കുന്നു, ചതിവ് നടന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടെയുള്ള ഓണ്ടർപ്രൂണേഴ്സ് എന്ന് പറയുന്നത് ഇവർ ഈ സിനിമ, സീരിയൽ സംബന്ധമായിട്ടൊക്കെ യാത്രകൾ ചെയ്യുന്ന ഒരു സംരംഭത്തിൽ എപ്പോഴും ഇരുന്നു കൊണ്ട് അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ജീവനക്കാർ തന്നെ അവരുടെ QR കോഡ്, ബാങ്കിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാറ്റിക്കൊടുത്തതിന്റെ ഫലമായിട്ട് വന്ന ഒരു വിഷയമാണ് എന്നത് ഇത് പ്രഥമ ദൃഷ്ട്യാ കാണിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം 69 ലക്ഷത്തോളം രൂപ ഈ ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്നു പതിക്കില്ലല്ലോ. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഈ കംപ്ലൈന്റിന്റെ ജെനുവിനിറ്റി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ബഹുമാനപ്പെട്ട SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, മ്യൂസിയം 992 നമ്പറായിട്ട് 2025 ജൂൺ 3-ാം തീയതിയിലെ FIR രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ആവിർഭവിച്ച പരാതിയാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകം എന്നുണ്ടെങ്കിൽ അതൊരു കൗണ്ടർ കംപ്ലൈന്റ്, ആദ്യത്തെ ക്രിമിനൽ കേസിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണം ഈ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ നടത്തിയ ഒരു കേസായിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയിട്ടുണ്ട്. അപ്പം OSY എന്ന ഇമിറ്റേഷൻ കടയിലെ സ്റ്റാഫുകളായിട്ടുള്ള ഈ പ്രതികള് നടത്തിയ 69 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ്, QR കോഡ് മാറ്റിയിട്ടുള്ള തട്ടിപ്പിനെ വലിയ സീരിയസ് ആയി കണ്ടുകൊണ്ടുള്ള വകുപ്പ് 316, 318 പഴയ കോഡിന്റെ 420 വിശ്വാസവഞ്ചന, ചതി എന്നിവയ്ക്കുള്ള വകുപ്പ് പ്രകാരമുള്ള കേസുകൾക്ക് 7 വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. വലിയ തുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടനും അവരുടെ നടിമാരായ മക്കളും അടങ്ങുന്ന കുടുംബം ആ കേസ് വലിയ ഗൗരവത്തോടു കൂടി തന്നെ ഫോളോ അപ്പ് എടുക്കും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എന്ന് നമുക്ക് കരുതാം. അതിനെതിരായിട്ടുള്ള കൗണ്ടർ കോഴ്സിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടെങ്കിൽ ആ പരാതിയിലും പോലീസ് അന്വേഷണം നടത്തും. ഈ 2 കേസുകളിലും പ്രത്യേക കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും അത് വിചാരണ ഘട്ടത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ സത്യവസ്തുതകൾക്ക് ഒരുമിച്ചൊരു ജോയിന്റ് ട്രയൽ വേണോ എന്നൊക്കെ ചർച്ചകൾ പിന്നീട് വന്നേക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു കൗണ്ടർ കേസ് എന്ന രീതിയിലാണ് ജീവനക്കാരുടെ പരാതിയെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ 2ാമത് FIRകൾ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. ഇതിൽ പ്രസക്തമായ ചോദ്യം, ആദ്യത്തെ FIR, ആദ്യത്തെ ആരോപണം ആരുടേതാണ്? അത് കൃഷ്ണകുമാറും മക്കളുടേതും ആണെങ്കിൽ അവരുടെ 69 ലക്ഷം രൂപ പോയതിന്റെ വിഷമമാണ് ആദ്യം മുഴച്ചു നിൽക്കുന്നതെങ്കിൽ ജൂൺ 3-ാം തീയതിയിലെ 992 ഓഫ് 2025 മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ FIRന് തന്നെയാണ് കൂടുതൽ ബലവും അതിന്റെ അന്വേഷണത്തിന് തന്നെയായിരിക്കും ആദ്യത്തെ പ്രാധാന്യവും കൊടുക്കുക. സോറി, ഈ ജീവനക്കാർ ഇവരുടെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതും ബാക്കി തുക നൽകുന്നതുമായിട്ടുള്ള എല്ലാ ഡിജിറ്റൽ തെളിവുകളും ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതുമാണ്. എന്നാൽ ഈ ജീവനക്കാർ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള അടക്കമുള്ള കേസുകൾ കൊടുത്താണ് ഇപ്പോൾ ഈ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് നിലനിൽക്കുമോ? അത് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ടോ? ഇത് എന്തായാലും ഇത് FIR എടുക്കുക എന്നതുകൊണ്ട് മാത്രം ആരും കുറ്റവാളികളാകുന്നില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ഈ കൗണ്ടർ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു വ്യാജ പരാതിയാണ് മ്യൂസിയം പോലീസിന്റെ 2ാമത്തെ FIR എന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാറിനും മക്കൾക്കും അവർക്ക് ഹർജിക്കാരായി ഒറ്റയ്ക്കോ കൂട്ടായോ ഒരു മുൻകൂർ ജാമ്യ ഹർജി പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ 482-ാം വകുപ്പ് പ്രകാരം മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ നേരിട്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലോ സമർപ്പിക്കാവുന്നതാണ്. അതിലേക്ക് ബഹുമാനപ്പെട്ട ആങ്കർ സൂചിപ്പിച്ച ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള തെളിവുകൾ, വിഷ്വൽസ്, അത് സംബന്ധിച്ച CD-കൾ, ഫോട്ടോകൾ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് വാദിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ററിം പ്രൊട്ടക്ഷൻ, അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ പോലീസുമായിട്ട് കേസ് അന്വേഷണത്തിന് സഹകരിക്കാൻ പറഞ്ഞ് എളുപ്പം ഒരു ഓർഡർ നൽകുന്നതായിരിക്കും. അത്തരം പ്രൊട്ടക്ഷൻ, സംരക്ഷണം കിട്ടുകയാണെങ്കിൽ ഈ 2ാമത്തെ കേസിനെ കുറിച്ച് ആശങ്കപ്പെടാതെ തന്നെ തങ്ങളുടെ നഷ്ടപ്പെട്ട 69 ലക്ഷത്തിന്റെ കേസുമായി മുന്നോട്ട് പോകാൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനും സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.